നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. 10/10/2024 കാലത്ത് ബുധൻ രാശി മാറി കന്നിരാശിയിൽ നിന്ന് തുലാം രാശിയിലേക്ക് എത്തുകയാണ്. തുലാം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഓരോ രാശിക്കൂറുകാർക്കും 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. തുലാം രാശിയിലെ ബുധന്റെ രാശിമാറ്റ ഫലത്തെ പറയാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ കാര്യം നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് 7ാമത്തെ രാശിയിലാണ്, 7ാം ഭാവത്തിലാണ് ബുധൻ എത്തുക. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 6ാമത്തെ രാശിയിലാണ് ബുധൻ എത്തുക. അതുകൊണ്ട് തന്നെ കാര്യവിജയം, സൗഭാഗ്യം, ഉന്നത സ്ഥാനലാഭം എന്നീ നല്ല ഫലങ്ങളാണ് പറയേണ്ടത്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 5ാമത്തെ രാശിയിലേക്കാണ് ബുധൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് ഭാര്യയോടും സന്താനങ്ങളോടും കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കരുതലെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് 4ാം ഭാവത്തിലേക്കാണ് ബുധൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനലാഭവും, ബന്ധുക്കൾക്ക് ഐശ്വര്യവും, കുടുംബത്തിന് അഭിവൃദ്ധിയുമാണ് ഫലം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 3ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ശത്രുഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള എതിർപ്പും ഉണ്ടായേക്കാം. ഇനി അടുത്തത് കന്നിക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് 2ാം ഭാവത്തിലേക്കാണ് ബുധൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനപുഷ്ടിയും, വാഗ്വിലാസവും, ഐശ്വര്യവുമാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് ജന്മരാശിയിലേക്കാണ് ബുധൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളോട് കലഹമുണ്ടാകാം, സർക്കാരിനെതിരായിട്ടുള്ള വാക്കുകൾ മൂലം ധനനഷ്ടം, ദൂരദേശ സഞ്ചാരം ഇവയാണ് ഫലം. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ശത്രുപീഡയും രോഗവുമാണ് ഫലമായി നൽകുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് 11ാം ഭാവത്തിലാണ് ബുധൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഭാഷണ സാമർഥ്യം, സുഖം, ധനലാഭം, കാര്യവിജയം, കുടുംബ സൗഖ്യം, സന്താന സൗഖ്യം ഇവയൊക്കെയാണ് ഫലം. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 10ാം ഭാവത്തിലാണ്. ശത്രുനാശം, ധനലാഭം, സ്ത്രീ സുഖം ഇവയാണ് ഫലം പറയേണ്ടത്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് 9ാം ഭാവത്തിലാണ് ബുധൻ എത്തുന്നത്. 9ാം ഭാവത്തിൽ ബുധൻ രോഗത്തെയാണ് നൽകുക, കരുതൽ എടുക്കേണ്ടതാണ്. ഇനി മീനക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 8ാം ഭാവത്തിലാണ് എത്തുന്നത്. അതുകൊണ്ട് കാര്യവിജയം, പുത്രലാഭം, പുത്രസുഖം, വസ്ത്രലാഭം, ധനപുഷ്ടി, മനസ്സുഖം, വാക്സാമർഥ്യം, പൊതുവെ എല്ലാ കാര്യത്തിലും സാമർഥ്യം ഇവയൊക്കെയാണ് ഫലം. 12 രാശിക്കൂറുകാരുടെയും ബുധൻ തുലാം രാശിയിൽ നിന്നാലുള്ള ഫലത്തെയാണ് പറയുന്നത്. ഇത് ബുധന്റെ രാശിസ്ഥിതി മൂലമുള്ള ഫലം മാത്രമാണ്. പൊതുവെയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ഫലങ്ങൾ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്. ആ വീഡിയോകൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷൻ
കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.